കുക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല, ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് തന്നെ ഭയങ്കര കുറ്റകരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. സമൂഹം എത്ര തന്നെ മാറി എന്ന് പറഞ്ഞാലും അവരിങ്ങനെ ചിന്തിക്കുന്നതിനോട് എനിക്ക് കുറച്ച് ഒരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം ഏതൊരു കാര്യം ചെയ്താലും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ കിച്ചണിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. എല്ലാം അപ്പം തന്നെ ചെയ്ത് പോകണോണ്ടായിരിക്കും ഇനി കമൻറ്റ് ബോക്സിൽ അങ്ങനെ ചോദിക്കുന്നതെന്നും എനിക്കറിയില്ല. സ്റ്റോറിയൽ സ്കെയിൽസിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമുക്കിന്ന് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ജേണി ഓഫ് ഭരത്താണ്. ഹായ്. ഭരത്തിന്റെ റീല് ഭയങ്കര വ്യത്യസ്തതയാണ്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ കൂടുതലായിട്ടും ഒരു വീട്ടിൽ പാചകം ചെയ്യുന്നു, കൂടുതലായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ഭരത്? ഇല്ല, ആദ്യം എനിക്കൊരു ഈറ്റിലം എന്ന് പറഞ്ഞിട്ടൊരു കുക്കിംഗ് ചാനൽ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ഡെയിലി ലൈഫ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റോറി ആയിട്ടാണ് ഇപ്പോൾ ജേണി ഓഫ് ഭരത്തിലുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു അക്കൗണ്ട് തുടങ്ങി പോസ്റ്റ് ചെയ്തുകൂടാ എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു അക്കൗണ്ട് തുടങ്ങിയതും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും. പിന്നെ അത് എപ്പോഴേക്കോ റീച്ചായി, എല്ലാവരിലേക്ക് എത്തി, എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഈ വ്ലോഗും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? പഠിത്തം കാര്യങ്ങളുമായിട്ട് തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ക്ലാസ്സിൽ പോവും വരും, ആ ഒരു ഇത് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും. ഇത്ര എൻഗേജ്ഡ് അല്ലായിരുന്നു, ഇപ്പോൾ കുറേയും കൂടി എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും ലൈഫ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോഴാണ് എനിക്ക് ലൈഫ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ ഭരത്തിന്റെ വീഡിയോകൾ കൂടുതലായിട്ട് കാണുമ്പോഴും രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നു, പിന്നെ പാചകം ചെയ്യുന്നു, ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ. അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണോ അതോ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണോ തുടർന്ന് പോകുന്നത്? എനിക്ക് കൂടുതലായിട്ട് DMസിലും അതുപോലെ തന്നെ കമൻസിലും വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചത്. അതായത് ലൈഫ് ചെറുപ്പം തുടങ്ങിയേ തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ശീലിച്ചേക്കണേ, അത് തന്നെയാണ് ഇപ്പോഴും ശീലിച്ചുകൊണ്ട് പോകണേ. എപ്പോഴും നമ്മൾ ഓക്കെ ആയിട്ടിരിക്കാറില്ല. ഓക്കെ ആയിട്ടിരിക്കുന്ന സമയങ്ങളെല്ലാം ഈ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ ഭരത്തിന്റെ വീഡിയോ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, നമുക്ക് പോസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കൂടുതലായിട്ടും എല്ലാ വീഡിയോയിലും എന്ത് ചെയ്താലും വളരെയധികം നീറ്റായിട്ടാണ് ചെയ്യുന്നത് എല്ലാത്തിലും. അപ്പം നമുക്ക് കൂടുതൽ കമൻസും കാര്യങ്ങളും എല്ലാം കാണുമ്പോഴും ഭയങ്കര നീറ്റായിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതെന്താണ് ശരിക്കും OCD കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ തന്നെ ഇൻ്റർവ്യൂവിലും കാര്യത്തിലും. സോ അത് പണ്ടോട്ടേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇത്? ഞാൻ കഴിഞ്ഞ അഭിമുഖത്തിലും പറയുണ്ടായിരുന്നു എനിക്ക് OCD ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് OCDയിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്. അതിലേതാന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. അതുപോലെ OCD ആണ് മൊത്തത്തിൽ എന്ന് പറയുന്നില്ല. നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു ഹോം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ എനിക്കെല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നതെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയേക്കണേ. പക്ഷേ OCD ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, നന്നായിട്ടുണ്ട്. കാരണം ഏതൊരു കാര്യം ചെയ്താലും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ കിച്ചണിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് വെക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. എല്ലാം അപ്പം തന്നെ ചെയ്ത് പോകണോണ്ടായിരിക്കും ഇനി കമൻറ്റ് ബോക്സിൽ അങ്ങനെ ചോദിക്കുന്നതെന്നും എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പം ബോയ്സ് കുക്കിംഗ് ചെയ്താൽ വലിയ പ്രശ്നമാണ്, ഗേൾസ് ആണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്, മുറ്റമടിക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത്. സോ ഭരത് ചെയ്യുമ്പോൾ അത് ഭയങ്കര കുറേ ബാഡ്സ് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന തന്നെ ഉണ്ട്. ജാസി 2.0 എന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ ഭരത്തിന് ശരിക്കും നെഗറ്റീവ് തന്നെ ഫീൽ ചെയ്യാറുണ്ടോ? ആദ്യത്തെ കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട്, അതായത് ഓരോ ദിവസം വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ കമൻറ്റ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഡൗൺ ആവാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇട്ട് തുടങ്ങിയതും. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആണുങ്ങൾ കുക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല, ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് തന്നെ ഭയങ്കര കുറ്റകരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. സമൂഹം എത്ര തന്നെ മാറി എന്ന് പറഞ്ഞാലും അവരിങ്ങനെ ചിന്തിക്കുന്നതിനോട് എനിക്ക് കുറച്ച് ഒരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വരാറുണ്ട് ജാസി 2.0. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആൺകുട്ടിയിൽ സ്ത്രൈണത തോന്നുമ്പോൾ എന്തൊക്കെയാണ് കമൻറ്റ്സ് വരാമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റ്സ് കുറേ വരാറുണ്ട്. എനിക്ക് പേഴ്സണലി ജാസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം എന്നെ അങ്ങനെ ചേർത്ത് പറയുന്നതിൽ എനിക്കങ്ങനെ വിഷമവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. കാരണം ആ ഒരു വ്യക്തി ആളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോഴും ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഞാനാവുന്ന ഇവർ പറയുന്ന പോലെയല്ലല്ലോ, അതുപോലെ തന്നെ എനിക്ക് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പം സമൂഹമാണ്, അവർ ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കില്ലല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ. ഈ നെഗറ്റീവ് കമൻസിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പം സ്കൂളിലും ഇങ്ങനെ ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതായത് ചെറുപ്പം തുടങ്ങിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒക്കെ നമ്മളെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി നമ്മൾ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് സ്കൂൾ ടൈമൊക്കെ കുറേയൊക്കെ എനിക്ക് ട്രോമയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാൻ ഇടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടായിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? അതുകൊണ്ട് പഠിത്തത്തെ ബാധിച്ചിട്ടുണ്ടോ ബാഡായിട്ട് എന്തെങ്കിലും? ഫ്രണ്ട്സിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ പ്രായത്തിൻ്റേതാണ്. അതായത് എനിക്കും ആ ചെറുപ്പം സമയത്തിൽ അവരങ്ങനെ പറയുമ്പോൾ ഞാനും അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല. ഇങ്ങനെയായിരിക്കും അവർ കളിയാക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് അവരെടുക്കുന്നതെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് അങ്ങനെ സങ്കടങ്ങൾ തോന്നിയിട്ടുണ്ട്. കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തുക എന്ന് വെച്ചാൽ ചേർത്ത് നിർത്തലുകൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടേ ഇല്ല. പിന്നെയാണ് കോവിഡ് ടൈം തുടങ്ങിയതും ക്ലാസ്സിൽ പോകാണ്ടിരിക്കാൻ പറ്റി. പിന്നെ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൺലൈനിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കണേ. ഭരത് ശരിക്കും പറഞ്ഞ ഒരു മൾട്ടി ടാലന്ററാണ്. കുക്കിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡാൻസും ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുണ്ടോ? അതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ടോ? എൻ്റെ ചെറുപ്പത്തിലാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. അതും സ്കൂളിലുള്ളവർ പറഞ്ഞിട്ടാണ് എന്നെ ഡാൻസ് പഠിക്കാൻ ചേർക്കുന്നത്. അപ്പോൾ അന്ന് ആ ഒരു ഇതിൽ ചേർന്നതാണ്. അപ്പോഴായാലും ഡാൻസ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അവനെ ഡാൻസ് പഠിപ്പിക്കേണ്ട, കാരണം അവനൊരു ഫെമിനിൻ ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോഴേ തന്നെ നിങ്ങളത് നിർത്തിക്കഴിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അന്നാളിൽ തന്നെ ഡാൻസിനോടുള്ള എനിക്കിഷ്ടമുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ഇഷ്ടം കുറഞ്ഞു വന്നുകൊണ്ടായിരിക്കണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡാൻസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പഠിച്ച ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്യാവശ്യം കുറച്ച് കുട്ടികൾക്കൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഭരത്തിന്റെ ലൈഫിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. ഇപ്പം വീഡിയോ ഒക്കെ ഇട്ട് കുറച്ചുകൂടെ റീച്ചായി. സോ ആൾക്കാർ തിരിച്ചറിയാറില്ലേ പുറത്തൊക്കെ പോകുമ്പോൾ? ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങുന്ന സമയത്തായാലും ആദ്യത്തേക്കാളും ഇപ്പോൾ റീൽസ് ചെയ്യുന്ന ചേട്ടനല്ലേ, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നൊക്കെ പറയാറുണ്ട്. ഇന്നിപ്പോൾ ഇൻ്റർവ്യൂവിന് ഇങ്ങോട്ട് വരുമ്പോൾ പോലും ട്രെയിനിൽ വെച്ച് കുറേ പേര് പരിചയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗുരുവായൂർ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴായാലും കുറേ അമ്മമാർ, അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനോട് അത്രയും അടുത്തിരിക്കുന്നതുകൊണ്ടാവാം അവർക്ക് അതുപോലെ തന്നെ ആ ഒരു ഫീല് എൻ്റെ അടുത്തും തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പം കറന്റ്ലി ഭരത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും തന്നെയാണോ, അതോ സ്റ്റഡീസ് എന്താണ്? ഇപ്പോൾ ഞാൻ +2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 10th കഴിഞ്ഞ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ 10th-ഉം +2-ഉം ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ ഈ സ്റ്റഡീസ് നിന്ന് പോയത് ബുള്ളിങ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണോ? അല്ല, ഞാൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. ഭരത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് മുന്നോട്ട് പോകാനാണോ, അതോ വേറെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണോ? അല്ല, സ്റ്റഡീസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. ഗ്രാജുവേഷന് എന്തായാലും വേണം എന്നൊക്കെയാണ് ഇപ്പോൾ. പിന്നെ കൂട്ടത്തിൽ കണ്ടന്റ് ക്രിയേഷന് കൊണ്ടുപോകും. കണ്ടന്റ് ക്രിയേഷൻ മാത്രമായിട്ട് എന്തായാലും കൊണ്ടുപോകില്ല. ഭരത്തിന്റെ ഈ ജേർണി, കുക്കിങ്ങും ഡാൻസും ഫ്യൂച്ചർ പ്ലാൻസും എല്ലാം നന്നായിട്ട് പോട്ടെ. നിങ്ങളുമായിട്ട് ഇത്രയും സമയം ചിലവഴിക്കാൻ പറ്റിയതിൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.